ഭക്തിമാൻ ഏറ്റവും മുന്നമെല്ലാം അതിസ്വസ്ഥനായി വന്നിതോ നീ കുമാരാബലാൽ ഇപ്രകാരം നിരൂപിച്ചിരിക്കും വിധു മൽപാദ വിന്യാസജ്ജധ്വനി കേൾക്കായി കാൽപ്പര്യമാറ്റം മതീയം തഥാ കേട്ട് താൽപ്പര്യമോടു പറഞ്ഞു ജനകനും വൈകുവാനെന്ത് മൂലം മമ നന്ദന വേഗേന തണ്ണീർ തരിക നീ സാദരം യുദ്ധമാകന്ന് ഞാൻ ദമ്പതിമാർപദം ഭക്ത്യാ നമസ്കരിച്ചത്രയും ഭീതനായി വൃത്താന്തമെല്ലാം അറിയിച്ച തന്നേരം പുത്രനല്ല അയോധ്യാധിപനാകിയ പൃഥ്വീവരൻ ഞാൻ ദശരഥനെന്ന് പേർ രാത്രോ വനാന്തേവ മൃഗയാ വിവശനായി ശാർദൂലമുഖ്യമൃഗങ്ങളെയും കൊന്ന് പാർത്തിരുന്നേൻ നദീതീരെ മൃഗാശയ കുംഭത്തിൽ നീലകം പുക്ക ശബ്ദം കൊണ്ട് കുംഭീവരൻ നിജ തുമ്പിക്കരൻ തന്നിൽ അമ്പസ് കൊള്ളുന്ന ശബ്ദമെന്നോർക്കയാൽ അമ്പയച്ചേനറിയാതെ അതുമ്പലാൽ പുത്രന് കൊണ്ട നേരത്ത് കരച്ചിൽ കേട്ടത്രയും ഭീതനായി തത്ര ചെന്നീടിനേൻ ബാലനെ കണ്ട് നമസ്കരിച്ചേനേതു മൂലം അവനും എന്നോട് ചൊല്ലിയിടിനാൻ കർമ്മമത്രയും അവ വന്നിതു തവ ബ്രഹ്മഹത്യാപാപമുണ്ടാകയില്ലതെ കണ്ണും പൊടിഞ്ഞ് വയസ്സുമേറെ പൂക്ക പർണശാലാം ദേവി ചെന്നു ദാഹത്തോടും എന്നെയും പാർത്തിരിക്കും പിതാക്കന്മാർക്ക് തണ്ണീർ കൊടുക്ക എന്നോട് ചൊല്ലിനാൻ ഞാനത് കേട്ടുടറ്റോട് വന്നേനിനി ജ്ഞാനികളാ നിങ്ങളൊക്കെ ക്ഷമിക്കണം ശ്രീപാദ പങ്കജമിന്നിയെ മറ്റില്ല പാപിയാ